ഹായ് ഓൾ. ഇന്ന് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അജൈൽ മോഡൽ. ഓക്കെ, അപ്പം അജൈൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡലാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഫേസസ് പഠിച്ചു. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾസ്, SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾസ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് വൺ വാട്ടർഫോൾ മോഡൽ പഠിച്ചു, സെക്കൻഡ് വൺ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ പഠിച്ചു, തേർഡ് വൺ ഐട്രേറ്റീവ് മോഡൽ പഠിച്ചു, ഫോർത്ത് വൺ ആണ് അജൈൽ മോഡൽ. ഓക്കെ. അപ്പോൾ അജൈൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ പിന്നെ ഒരു ഐട്രേറ്റീവ് മോഡലിൻ്റെയും ഒരു ഇൻക്രിമെൻ്റൽ മോഡലിൻ്റെയും കോമ്പിനേഷനാണ്. ഇവിടെയും എന്താണ് ചെയ്യുന്നത്, ഓരോ ഐട്രേറ്റീവായിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും കുറച്ച് ഓരോ ഐട്രേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ പ്രോസസ്സും, പ്ലാനിങ്, റിക്വയർമെൻറ്റ് ഗാദറിങ്, ഡിസൈനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ് എന്ന് പറയുന്ന എല്ലാ പ്രോസസ്സും ഒരു ഐട്രേഷനിൽ നടക്കും. ഓക്കെ. ഇങ്ങനെ ഒരു ഐട്രേഷൻ എന്താണ്, ഒരു ഐട്രേഷൻ ചിലപ്പോൾ മന്ത്സ്, ഒരു 3 മന്ത്സോ 1 to 3 മന്ത്സ് അല്ലെങ്കിൽ 2 to 3 മന്ത്സോളം ഒരു ഐട്രേറ്റീവ് നടക്കും. ആ ഐട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു പാർട്ട് ഓഫ് സോഫ്റ്റ്വെയർ കിട്ടും. പിന്നെ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകും. നെക്സ്റ്റ് ഐട്രേഷനിലും ഇതേ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിൻ്റെ എൻഡിലെത്തുമ്പോഴേക്കും, ആ ഒരു ഐട്രേഷൻ്റെ എൻഡിലെത്തുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് വേർഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ ഒരു പാർട്ട് ഓഫ് സോഫ്റ്റ്വെയർ കിട്ടും. അത് ഫസ്റ്റ് വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആയിരിക്കും. അത് ജസ്റ്റ് നെക്സ്റ്റ് ഐട്രേഷനിൽ ഇൻക്രിമെൻ്റ് ചെയ്യും. അതായത് ചേഞ്ചസ്, ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ചില സോഫ്റ്റ്വെയറിന് ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനത്തെ കേസസിലും ഒക്കെ എന്താണ്, ഈ ഒരു അജൈൽ മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അജൈൽ മോഡലിൻ്റെ ഫിഗർ ഇതാണ്. അതായത് ഒരു ഐട്രേഷനിൽ ഇവിടെ ഡിസൈനിങ് വരും, ഡെവലപ്മെൻറ്റ് വരും, ആദ്യം തന്നെ പ്ലാനിങ് വരും. പ്ലാനിങ് വന്നു കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈനിങ്, പിന്നെ ഈ ഒരു ഐട്രേഷൻ കഴിയും, വീണ്ടും നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകും. ഇവിടെയും പ്ലാനിങ്, റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്. അതായത് പ്ലാനിങ് ചെയ്യും, അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്. അപ്പം ഈ ഒരു ഐട്രേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു വേർഷൻ കിട്ടും, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു വേർഷൻ. ഈ ഒരു ഐട്രേഷൻ എന്ന് പറയുന്നത് 1 to 3 മന്ത്സ്. ഓക്കെ. അപ്പോൾ ഈ ഒരു 1 to 3 മന്ത്സ് ഈ ഒരു ഐട്രേഷനിൽ, അതായത് ഓരോ പ്രോസസ്സിലും ചിലപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആയിരിക്കും. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുമ്പം അവിടെ തന്നെ മൾട്ടിപ്പിൾ പേഴ്സൺസ് വർക്ക് ചെയ്യുന്നുണ്ടാകും. ഡിസൈനിങ്ങിന് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടാകും, പിന്നെ UML ആ ഒരു ഏരിയയിൽ വേറെ ആൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഫ്രണ്ട് എൻഡിൽ വേറെ ആൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ക്രോസ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുക, ക്രോസ് ഫങ്ഷനാലിറ്റി എന്നാണ് പറയാം. അപ്പം ഈ ഒരു അജൈലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അത് തന്നെയാണ്. അതായത് ഓരോ ഐട്രേഷനിലും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഐട്രേഷൻ കഴിയും. ഒരു ഐട്രേഷനിൽ ഫസ്റ്റ് വേർഷൻ കിട്ടും. ദെൻ ആ ഒരു ഐട്രേഷൻ എന്ന് പറയുന്നത് 1 to 3 മന്ത്സ് അല്ലെങ്കിൽ 2 to 3 മന്ത്സോളം ലാസ്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകും, നെക്സ്റ്റ് വേർഷൻ. ഇങ്ങനെ ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് അജൈൽ മോഡൽ. ഇത് എന്ന് പറയുന്നത് ഐട്രേറ്റീവ് മോഡലിൻ്റെയും ഇൻക്രിമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഒരു ഫങ്ഷനാലിറ്റി ആയിരിക്കും,
പിന്നെ ജസ്റ്റ് വേറൊരു ഫങ്ഷണാലിറ്റിയും കൂടി ആഡ് ചെയ്ത് അത് ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് അടുത്ത ഫങ്ഷണാലിറ്റിയും കൂടി ആഡ് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ആദ്യത്തെ ഒരു ഐട്രേഷനിൽ ഒരു ഫങ്ഷണാലിറ്റി ആയിരിക്കും, നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകുമ്പോൾ വേറെ ഫങ്ഷണാലിറ്റി ആയിരിക്കും. ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ ഫൈനൽ ഐട്രേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഫുൾഫിൽ ആവും. ഓക്കെ, ഇതാണ് എന്ത് അജൈൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം അജൈൽ മോഡലിലെ the term agile means the ability to respond to changes, and here changes refer to changes in terms of requirement, technology and people. ഓക്കെ, അപ്പോൾ അജൈൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേഞ്ചസ് എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സ് മോഡലാണ് എന്ത് അജൈൽ എന്ന് പറയുന്നത്. ഇവിടെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിക്വയർമെൻറ്റ് നമുക്കിപ്പം ഒരു റിക്വയർമെൻറ്റ് പെട്ടെന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിക്വയർമെൻറ്റ് ചിലപ്പോൾ കിട്ടുന്നില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ പ്ലാനിങ് ഒക്കെ മാറ്റേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ടെക്നോളജി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ആളുകൾ ചിലപ്പം പോവുകയാണ്, പുതിയ ആളുകൾ വരികയാണ്. അപ്പം ആ ആളുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ പ്ലാനിങ്ങിൽ വ്യത്യാസം വരും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് അജൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അജൈലിൻ്റെ മീനിങ് തന്നെ എന്താ, എന്ത് ചേഞ്ചസ് വന്നാലും ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, അജൈൽ മോഡൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ മോഡൽ. അജൈൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പിനേഷൻ ഓഫ് ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ മോഡൽ. ഇറ്റ് ഈസ് ബേസിക്കലി മെത്തഡോളജി ദാറ്റ് പ്രൊമോട്ട് കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദി സോഫ്റ്റ്വെയർ ത്രൂ ഔട്ട് ദി STLC ഓഫ് ദി പ്രോജക്റ്റ്. ഓക്കെ, കണ്ടിന്യൂസ് ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ ഡെവലപ്പ് ചെയ്യും, നെക്സ്റ്റ് ഐട്രേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രോസസ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോസസ്സിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് അജൈൽ മോഡൽ വെച്ചിട്ട് ഫാസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് പെട്ടെന്നൊക്കെ ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ നമുക്ക് തീർക്കേണ്ട ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ 9 മാസം കൊണ്ടൊക്കെ തീർത്ത് കൊടുക്കേണ്ട ഒരു പ്രോജക്റ്റ്, അങ്ങനെ ഫാസ്റ്റ് ഡെലിവറിയിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു അജൈൽ മെത്തഡോളജിയാണ് അപ്ലൈ ചെയ്യുക. Okay, it focus on process flexibility and customer satisfaction by fast delivery of working software product. അപ്പോൾ ഫാസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം മെമ്പേഴ്സ് തന്നെ ആയിരിക്കും ഓരോ ഐട്രേഷനിലും വർക്ക് ചെയ്യുക. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഫിഗറിൽ കണ്ടു ഓരോ ഐട്രേഷനാണ് അല്ലേ. അപ്പോൾ ഓരോ ഐട്രേഷനിലും നമ്മളുടെ എൻ്റയർ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ആവുന്നത്. അതാണ് പറഞ്ഞത് ഇവിടെ ദ പ്രോഡക്റ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോൾ ബിൽഡ് ആൻഡ് ദീസ് ബിൽഡ് ആർ പ്രൊവൈഡഡ് ഇൻ ഐട്രേഷൻ. ചെറിയ പ്രോസസ്സായിട്ട് എന്ത് ചെയ്യും, എൻ്റയർ പ്രോസസ്സിനെ ബ്രോക്കൺ ചെയ്യും. എന്നിട്ട് ഓരോ ബിൽഡിനും ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ ഐട്രേഷനിലായിരിക്കും. ഓക്കെ, ഐട്രേഷൻ ടിപ്പിക്കലി ലാസ്റ്റ് ഫ്രം അബൌട്ട് 1 to 3 വീക്സ്. ഓക്കെ, ഓരോ ഐട്രേഷനും 1 to 3 വീക്സ് അല്ലെങ്കിൽ 1 to 3 മന്ത്സ് ഇത്രയും ലാസ്റ്റ് ചെയ്യും. ഈച്ച് ഐട്രേഷൻ കംപ്രൈസ് ക്രോസ് ഫങ്ഷൻ ടീംസ് വർക്കിംഗ് സൈമൾട്ടേനിയസ്ലി ഓൺ വേരിയസ് ഏരിയ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ക്രോസ് ഫങ്ഷണൽ ടീംസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ഡിസൈനിങ് വർക്ക് ചെയ്യാണ്. ഡിസൈൻ എന്ന് പറയുന്ന ഫേസ്, അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലെ ഒരു ഫേസാണ് ഡിസൈനിങ്. ഈ ഡിസൈനിങ്ങിൽ തന്നെ പല ഏരിയാസ് വരുന്നുണ്ട്. ഡിസൈനിങ്ങിൽ അല്ലേ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ഒരു UML ക്രിയേഷൻസ് വരുന്നുണ്ട്, ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യേണ്ട ആൾ വരുന്നുണ്ട്, ഡാറ്റാബേസിൽ വർക്ക് ചെയ്യേണ്ട ആൾ വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഡിസൈൻ ഫേസ് എന്താവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഈ ഓരോരോ സെക്ഷനിലും ഓരോരോ ആൾക്കാർ വർക്ക് ചെയ്യും, സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് ക്രോസ് ഫങ്ഷണാലിറ്റി. ഓക്കെ, അപ്പോൾ ഓരോ ഐട്രേഷനിലും ക്രോസ് ഫങ്ഷണൽ ടീംസ് വർക്കിംഗ് സൈമിൾട്ടേനിയസ്ലി ഓൺ വേരിയസ് ഏരിയാസിൽ തന്നെ ഓരോ ഐട്രേഷനിലുള്ള വേരിയസ് ഏരിയാസ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്, റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്, ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ്, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ, ഡിപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഓരോരോ ഏരിയ ആണ്. ഈ ഓരോരോ ഏരിയയിൽ തന്നെ ക്രോസ് ഫങ്ഷണൽ ടീംസ് ആണ്.
ഓരോ ഏരിയയിലും മൾട്ടിപ്പിൾ പേഴ്സൺസ് സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ഐട്രേഷനിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് ഫാസ്റ്റ് ആയിരിക്കും അല്ലേ. കുറഞ്ഞ ടൈമിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റും. ഈച്ച് ബിൽഡ് ഈസ് ഇൻക്രിമെൻ്റൽ ഇൻ ടേംസ് ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് ഫൈനൽ ബിൽഡ് ഹോൾഡ് ഓൾ ദ ഫീച്ചേഴ്സ് റിക്വയർഡ് ബൈ ദി കസ്റ്റമർ. ഓക്കെ, ഓരോ ഐട്രേഷനിലും ഓരോ ബിൽഡ് ഓരോ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഫൈനൽ ഐട്രേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. The working product is provided to the customer and important stakeholders at the end of each iteration. അപ്പോൾ ഓരോ ഐട്രേഷനിലും എന്താണ്, കസ്റ്റമറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, കസ്റ്റമർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, അവരെ സാറ്റിസ്ഫാക്ഷൻ വിലയിരുത്തുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഇതാണ് എന്ത് അജൈൽ മോഡൽ. അപ്പോൾ അജൈൽ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എന്താണ് ഐട്രേഷൻ ആൻഡ് ഇൻക്രിമെൻ്റൽ മോഡലാണ്. ഓരോ ഐട്രേഷനിലും നമ്മളുടെ എൻ്റയർ പ്രോസസ്സിനെ സ്മോൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ ബിൽഡുമാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഐട്രേഷനിലും ഫുൾഫിൽ ആവുന്നത്. അങ്ങനെ എൻ്റയർ ഐട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊത്തം സോഫ്റ്റ്വെയർ കിട്ടും. ഈ ഓരോ ഐട്രേഷനിൽ തന്നെ ക്രോസ് ഫങ്ഷണൽ ടീംസ് ആണ്, അതായത് ഡിഫറെൻറ്റ് ഏരിയാസ് തന്നെ മൾട്ടിപ്പിൾ പേഴ്സൺസ് സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ തന്നെ അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റ് ഡെലിവറി അപ്രോച്ചാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. പ്രോഡക്റ്റ് ഫ്ലെക്സിബിൾ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആണ് എന്ത് ഈ ഒരു അജൈൽ മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ അജൈലിൻ്റെ മോഡൽ പഠിച്ചു. ഇനി അജൈൽ മെത്തേഡ്സ്, ഒരുപാട് ടൈപ്സ് ഓഫ് അജൈൽ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് ഈ ടൈപ്സ് ഒന്നും പഠിക്കേണ്ട, ഈ ഒരു നെയിം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എന്താണ് ഒരു 8 മാർക്കിന് ഒരു 15 മാർക്കിനൊന്നും ഒരൊറ്റ മോഡൽ ചോദിക്കാറില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1-2 മോഡൽസ് കമ്പൈൻ ചെയ്തിട്ട് 15 മാർക്കിന് ചോദിക്കും. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അജൈൽ മെത്തേഡിലേക്ക് നോക്കണ്ട. ഈ അജൈൽ മെത്തേഡിൻ്റെ ഒരു ഫിഗറും ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഈ 2 സ്ലൈഡിലായിട്ട് ഇത്ര പോയിൻറ്റ്സ്. ഫസ്റ്റ് അജൈൽ ടേം അജൈൽ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റെസ്പോണ്ട് ചേഞ്ചസ് ആൻഡ് ഈ ഓരോ ഇതിലുള്ള 4 പോയിൻറ്റും ഇതിലുള്ള ഒരു 5 പോയിൻറ്റും ദെൻ ഈ ഒരു ഫിഗറും പിന്നെ ടൈപ്സ് ഓഫ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ ഇത്രയും ടൈപ്പ്. ഈ ഓരോ ടൈപ്പിലും എന്തൊക്കെ ക്രൈറ്റീരിയനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ സ്ക്രം മെത്തഡോളജിയിൽ വേറൊരു ക്രൈറ്റീരിയയാണ് ഫോക്കസ് ചെയ്യുന്നത്. എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിൽ വേറെ ക്രൈറ്റീരിയ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് മെത്തേഡ് അജൈൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സ്ക്രം ഉണ്ട്, എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ഉണ്ട്, ക്രിസ്റ്റൽ ഡൈനാമിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ് DSDM, then feature driven development FDD and lean software development. ഇത്രയും അജൈൽ മെത്തേഡ്സ് ഉണ്ട്. ഈ നെയിം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എപ്പോഴൊക്കെയാണ് നമ്മളുടെ ഈ ഒരു അജൈൽ മെത്തേഡ് മോസ്റ്റ് സ്യൂട്ടബിൾ ആവുന്നത്? അപ്പോൾ ബെസ്റ്റ് സ്യൂട്ടബിൾ വെൻ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ആർ റിക്വയർഡ്. ഇങ്ങനെ ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം റിക്വയർമെൻറ്റിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, കസ്റ്റമറിൻ്റെ പിന്നെ ഐഡിയാസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമറുമായിട്ട് എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കണം കസ്റ്റമറുമായിട്ട്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ കസ്റ്റമറുമായി നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് അജൈൽ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഇത് ഫസ്റ്റ് സ്യൂട്ടബിൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. ആ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അജൈൽ മെത്തേഡ് വേണം. പിന്നെ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ടീം അവൈലബിൾ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു അജൈൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റ് ഡെലിവറിയാണ്. അപ്പോൾ ഫാസ്റ്റ് ഡെലിവറി ചെയ്യണം. അതോടൊപ്പം തന്നെ ഓരോ ഏരിയയിലും ക്രോസ് ഫങ്ഷണാലിറ്റി ആണ് അല്ലേ. ഓരോ ഏരിയയിലും ക്രോസ് ഫങ്ഷണാലിറ്റി, അത് ഓരോ ഏരിയയിൽ തന്നെ ഡിഫറെൻറ്റ് പേഴ്സൺസ് ഉണ്ടാകും, അവർ സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് 4-5 ഏരിയാസിൽ മൊത്തം ഏരിയാസിൽ കംപ്ലീറ്റ് ആവുകയാണ്, എല്ലാ വർക്കും കംപ്ലീറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ടീം അവൈലബിൾ ആയിരിക്കണം. പിന്നെ
വെൻ കസ്റ്റമർ ഈസ് റെഡി ടു ഹാവ് മീറ്റിംഗ് വിത്ത് സോഫ്റ്റ്വെയർ ടീം ഓൾ ദ ടൈം അല്ലേ. കസ്റ്റമർ റെഡി ആയിരിക്കാൻ വേണം. ഓരോ ഐട്രേഷനിൽ നമ്മൾ കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കസ്റ്റമർ റെഡി ആയിരിക്കണം മീറ്റിങ്ങിന്. റെഡി ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെൻ പ്രോജക്റ്റ് ഈസ് സ്മോൾ എന്നല്ല, ലാർജിലും നമുക്ക് അജൈൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെൻ പ്രോജക്റ്റ് സൈസ് സ്മോൾ ഓർ ലാർജ് ആണെങ്കിലും നമുക്ക് എന്താ അജൈൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അജൈൽ മെത്തേഡ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ നമ്മൾക്ക് ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഉണ്ട് എങ്കിൽ, പിന്നെ കസ്റ്റമർ കണ്ടിന്യൂസ് ആയിട്ടുള്ള മീറ്റിങ്ങിന് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റ് ലാർജ് ആയാലും സ്മോൾ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അജൈൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഫാസ്റ്റ് ഡെലിവറി ആണ് അല്ലേ. ഓരോ ഐട്രേഷൻ 1 to 3 വീക്സ് ആണ്. അപ്പം ഒരു 3-4 ഐട്രേഷൻ ആകുമ്പോഴേക്കും നമുക്ക് എന്താ നമ്മളുടെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റ് ഡെലിവറിയാണ്. ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലയൻറ്റ് അല്ലേ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ക്ലയൻറ്റുമായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. എഫിഷ്യൻറ്റ് ഡിസൈൻ ആൻഡ് ഫുൾഫിൽ ദ ബിസിനസ് റിക്വയർമെൻറ്റ് എനി ടൈം ചേഞ്ചസ് ആർ ആക്സെപ്റ്റബിൾ. ഏത് സമയത്ത് എന്ത് ചേഞ്ച് വന്നാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും അജൈൽ മെത്തേഡിലാണെങ്കിൽ. അത് റിപ്ലൈ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അജൈൽ മെത്തേഡിൽ ഉണ്ടായിരിക്കും. ഫാസ്റ്റ് ഫീഡ്ബാക്ക് ആയിരിക്കും, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺസ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ ക്വാളിറ്റി എന്താണ്, ഇമ്പ്രൂവ് ആണ്. ഇതാണ് ഇതിൻ്റെ അജൈൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫാസ്റ്റ് ഡെലിവറി ആണ്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലയൻറ്റ്സ്, efficient design and fulfill the business requirement, any time changes are acceptable, fast feedback and improve quality improve ചെയ്യും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കസ്റ്റമർ ഇൻട്രാക്ഷൻ അല്ലേ. ഓരോ ഐട്രേഷനിലും കസ്റ്റമർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കസ്റ്റമർ ഇൻട്രാക്ഷൻ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് എന്ത് വേണം, എപ്പോഴും കസ്റ്റമർക്ക് ഐഡിയാസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ കസ്റ്റമർ ഇൻട്രാക്ഷൻ. സോ ഇഫ് കസ്റ്റമർ ഈസ് നോട്ട് ക്ലിയർ, ടീം ക്യാൻ ബി ഡ്രൈവൺ ഇൻ ടു റോങ് ഡയറക്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ ഐഡിയാസ്, ഇപ്പം അയാൾക്ക് തന്നെ എന്ത് ഐഡിയ വേണം എന്നുള്ളത് കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീം മെമ്പേഴ്സിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ലെസ് ഡോക്യുമെൻറ്റേഷനാണ്, ഡോക്യുമെൻറ്റേഷൻ കുറവാണ്. റിക്വയർ ഗുഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ടീം മെമ്പേഴ്സ്. അപ്പോൾ ടീം മെമ്പേഴ്സ് നമ്മളുടെ ഒരു ഐട്രേഷൻ, ഞാൻ പറഞ്ഞു ക്രോസ് ഫങ്ഷനാലിറ്റി ആണെന്ന് പറഞ്ഞു. ഓരോ ഏരിയയിലും ഡിഫറെൻറ്റ് പേഴ്സൺസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം, നന്നായിരിക്കണം അല്ലേ. അതെ, പിന്നെ ക്ലയൻറ്റ് ഓറിയൻറ്റഡ് ടീമാണ്. ഇതാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, അജൈൽ മോഡലിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അജൈലിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജ്, എപ്പോഴൊക്കെ നമ്മൾ അജൈൽ മോഡൽ യൂസ് ചെയ്യും, അജൈൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്, അജൈൽ മോഡലിൻ്റെ ഫിഗർ, അജൈൽ മോഡലിൻ്റെ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡൽസിൽ അജൈൽ മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിനും എസ്സേ പാർട്ടിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് മാത്രമൊന്നുമല്ല സോഫ്റ്റ്വെയർ. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ആകെ കുറച്ചിപ്പം ഇതും ഇനി നെക്സ്റ്റ് ഒരു മോഡലുണ്ട്, സ്പൈറൽ മോഡലും, പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു ക്രോസ് കമ്പാരിസണും കൂടിയും കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ വളരെ ചെറിയ ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ആ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ചോദിക്കാനുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഇതിലിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മുതലേ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്താണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഫേസസ് ഏതൊക്കെയാണ്, ഫീസിബിലിറ്റി സ്റ്റഡി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്, ഡിസൈനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾസിൽ വാട്ടർഫോൾ മോഡൽ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എങ്ങനെയാണ് വരുന്നത്, ഇൻക്രിമെൻ്റൽ മോഡൽ എങ്ങനെയാണ് വരുന്നത്, ഐട്രേറ്റീവ് മോഡൽ അല്ലേ, ഐട്രേറ്റീവ് മോഡൽ എങ്ങനെയാണ് വരുന്നത്, ദെൻ അജൈൽ മോഡൽ എങ്ങനെയാണ് വരുന്നത്.
ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഈ വല്ല ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയിക്കോളുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.